ഡിസ്കഷൻസ് ഒക്കെ വരുമ്പോൾ നമ്മൾ അഭിപ്രായം ഹെവി ആയിട്ട് എങ്ങനെയാണ് ചോദിക്കുക? അത് ഞാൻ ആക്ച്വലി സിനിമ ഇപ്പോൾ കൂടുതൽ ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പലപ്പോഴും പുള്ളിക്കാരി ഹെൽപ്ഫുൾ ആവാറുണ്ട്. പിന്നെ അത് കൂടാതെ ചെയ്യുന്ന മ്യൂസിക് ജഡ്ജ് ചെയ്യാൻ പുള്ളിക്കാരി എനിക്ക് ഭയങ്കര ഹെൽപ്ഫുൾ ആവാറുണ്ട്. കാരണം എൻ്റെ വീടും സ്റ്റുഡിയോയും തൊട്ട് മേലെയും താഴെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനൊരു സാധനം ക്രിയേറ്റ് ആകുമ്പോൾ ഏറ്റവും ആദ്യം കേൾപ്പിക്കാൻ ഒരു ലേമനെ കേൾപ്പിക്കാൻ തോന്നുമ്പോൾ സാധ്യത കൂടുതൽ വീട്ടിലുള്ള ആളാണല്ലോ. അപ്പോൾ അതുകൊണ്ട് പലപ്പോഴും കേൾക്കണ സമയത്ത് നമുക്ക് പുള്ളിക്കാരുടെ ഒരു റെസ്പോൺസ് ഒന്ന് മനസ്സിലാവാറുണ്ട്. ഇത് എന്താണ് ഫീൽ ചെയ്യുന്നത്. കാരണം എനിക്ക് തോന്നുന്നു അത്യാവശ്യം എല്ലാതരം മ്യൂസിക്കും അല്ലെങ്കിൽ എന്നെക്കാട്ടിലും അപ്ഡേറ്റഡ് ആണ് പല കാര്യങ്ങളിലും, നോട്ട് ഓൺലി ഇൻ മ്യൂസിക്, എല്ലാ കാര്യങ്ങളിലും. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താണ് റിയാക്ഷൻ എന്ന് ഞാനിങ്ങനെ ശ്രദ്ധിക്കും. പക്ഷെ എല്ലാം വിശ്വസിക്കില്ല. പക്ഷേ നമുക്ക് കൺവിൻസിംഗ് ആയിട്ട് തോന്നുന്ന കാര്യങ്ങൾ നമ്മൾ എടുക്കും. അപ്പോൾ അതൊരു ഹെൽപ്ഫുൾ ആവാറുണ്ട്. ഒരു ക്രിറ്റിസിസം ആയിരിക്കും പ്രതീക്ഷിക്കുന്നതല്ലേ? അതെ, അത് ചെയ്യാറുണ്ട്, ക്രിറ്റിസൈസ് ചെയ്യാറുണ്ട്. പക്ഷെ അത് വാല്യുബിൾ ആയിട്ടുള്ള വാലിഡ് ആയിട്ടേ പറയാറുള്ളൂ, പറയാൻ വേണ്ടി പറയാറില്ല. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. അത് ഭയങ്കര സപ്പോർട്ടാണ്. ഡെഫിനറ്റ്ലി ആണല്ലോ. നമുക്ക് പലതും റിമൂവ് ചെയ്യാനും പലതും ക്രിയേറ്റ് ചെയ്യാനും പലതും റീതിങ്ക് ചെയ്യാനും എല്ലാത്തിനും. അതാ പറയുന്നത്, മ്യൂസിക്കിൻ്റെ കാര്യം മാത്രമല്ല, നമ്മൾ ലൈഫ് ജേർണിയിൽ തന്നെയുള്ള പല കാര്യങ്ങളിലും അങ്ങനത്തെ തീരുമാനങ്ങൾ എടുക്കാനും എടുക്കാതിരിക്കാനും ഒക്കെ ഗുണമായിട്ട് മാറാറുണ്ട് സപ്പോർട്ട്. കാവൽ സിനിമ ഇറങ്ങുന്ന സമയത്ത് സന്തോഷ്, മറ്റേ സംഗീത എന്ന് പറഞ്ഞ റിയാലിറ്റി ഷോയിൽ പോയ പുള്ളിക്കാരിയുടെ ഹസ്ബൻഡ് സന്തോഷ് കുറച്ചൊരു ഫിസിക്കലി കുറച്ച് പ്രോബ്ലംസ് ഉള്ള ഒരാളാണ്. അപ്പം സന്തോഷിൻ്റെ ഒരു പാട്ട് സുരേഷ് ഗോപി ചേട്ടൻ ശരിക്കും പറഞ്ഞിട്ട് പാടിക്കുമ്പോൾ അത് അയാൾക്ക് കൊടുക്കാവുന്ന ഏറ്റവും നല്ലൊരു സാധനമായിട്ട് രഞ്ജിൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. പുള്ളി നന്നായിട്ട് പാടി, നല്ല രസമുള്ളൊരു ഫീല് നമുക്ക് തന്നു. നമ്മൾ ആ പാട്ട് കാണുന്ന സമയത്ത് നമ്മൾ അങ്ങനെ തന്നെ അതിനകത്ത് ഇരുന്നു. അപ്പം ഇത് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമുക്കിതൊക്കെ പറയാം. ചെയ്യുന്നതിന് മുമ്പ് രഞ്ജിൻ അങ്ങനെ ഒരാൾക്കൊരു പാട്ട് കൊടുക്കുന്ന സമയത്ത് അത് വെറുതെ ആയി പോകരുത് എന്നുള്ളത് രഞ്ജിൻ്റെ മനസ്സിലുണ്ടാവുമായിരിക്കും. പക്ഷെ അത് വെറുതെ ആയിട്ടില്ല, അത്രയും നന്നായിട്ടൊരു മെലഡി തന്നെ വന്നിട്ടുണ്ടായിരുന്നു. ആ പാട്ട് വന്ന വഴി സുരേഷ് ചേട്ടൻ പറയുമ്പോൾ പാട്ട് കയ്യിലുണ്ടായിരുന്നു? അത് പാട്ട് കയ്യിലുണ്ടായിരുന്നു. അതായത് നമ്മൾ കാർമേഘം മൂടുന്നു എന്ന് പറഞ്ഞ പാട്ട് ഞാൻ ആദ്യം ചെയ്ത ട്യൂൺ വ്യത്യാസം ഉണ്ടായിരുന്നു എനിക്ക് തോന്നുന്നത്. അപ്പോൾ നിതിൻ പറഞ്ഞു, എടോ ഒരു തമ്പുരു ഇട്ട് പാടിയാൽ പോലും പാടാൻ പറ്റുന്ന ഒരു പാട്ടായിരിക്കണം, അധികം ഒരു ബഹളം, ഒരു അറേഞ്ച്മെന്റിന്റെ ബ്രില്യൻസ് കാണിക്കാനുള്ള ഒരു വെപ്രാളം ഒന്നും അതിൽ പാടില്ല. അപ്പോൾ ഒരു ചെറിയൊരു കീ പിടിച്ചാലും ഒരു സസ്റ്റൈൻ ഒരു പാഡ് പിടിച്ചാൽ ആ പാട്ട് പാടാൻ പറ്റില്ലേ, ആ ഒരു അവസ്ഥയിലുള്ള ഒരു പാട്ടായിരിക്കണം, അങ്ങനെ കേൾക്കുമ്പോഴും രസിക്കുന്ന ഒരു പാട്ടായിരിക്കണം ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് കാർമേഘം മൂടുന്നു എന്ന് പറഞ്ഞ പാട്ടുണ്ടാക്കുന്നത്. ഈ പറഞ്ഞ പോലെ 2 പാട്ടും വിജയ് യേശുദാസ് പാടണം എന്നുള്ളൊരു ഉദ്ദേശത്തിലാണ് ഞാനത് കമ്പോസ് ചെയ്തത്. എന്നോമൽ നിധിയിലെ ആണെങ്കിലും കാർമേഘം മൂടുന്നു ആണെങ്കിലും. അപ്പോൾ ഹരിനാരായണൻ ചേട്ടൻ ലിറിക്സ് എഴുതാൻ വന്ന സമയത്താണ് എന്നോട് പറയുന്നത്. അപ്പോൾ നിതിനുണ്ട്, ഞാനുണ്ട്, ഹരിനാരായണൻ ചേട്ടനുണ്ട്, കാവലിൻ്റെ 2-3 ക്രൂ മെമ്പേഴ്സും കൂടെ ഉണ്ട്. അപ്പോൾ ഹരിയേട്ടനാണ് പറയുന്നത്, ഇത് ചിത്ര ചേച്ചി പാടിയാൽ എങ്ങനെ ഇരിക്കും എന്ന് വെച്ചത്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഒരേ സ്വരത്തിൽ തോന്നി അതന്നെയാണ് നല്ലത്. കാരണം എനിക്ക് തോന്നുന്നു റേച്ചലിൻ്റെ ക്യാരക്ടർ കൂടുതൽ സ്ക്രീൻ പ്രസൻസും അല്ലെങ്കിൽ സ്ക്രീൻ ടൈമൊക്കെ കൂടുതൽ റേച്ചലിൻ്റെ ക്യാരക്ടറാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ മക്കളുടെ ഒരു പെർസ്പെക്റ്റീവിൽ അത് പറയാൻ ചിത്രേച്ചി പാടുമ്പോൾ കുറച്ചും കൂടെ കൂടുതൽ കൺവിൻസിങ് ഒരു ഫീമെയിൽ ശബ്ദത്തിൽ കൂടെ വരും എന്ന് തോന്നിപ്പോയി. അങ്ങനെയാണ് ചേച്ചിയിലേക്ക് ആ പാട്ട് എത്തുന്നത്. അപ്പോൾ തന്നെ സുരേഷ് ചേട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു പാട്ട് സന്തോഷിനെ പാടിപ്പിക്കണം എന്നുള്ള കാര്യം. അപ്പോൾ നമുക്ക് ഓപ്ഷൻ ഈ പാട്ടിൻ്റെ ഒരു മെയിൽ വേർഷനും കൂടെ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു ഓപ്ഷൻ. അപ്പോൾ അത് നല്ലൊരു പ്രൊമോഷൻ കിട്ടുകയും ചെയ്തു. കാരണം നമുക്കത് ആ മേക്കിംഗ് വീഡിയോയിൽ തന്നെ നല്ലൊരു ആൾക്കാരിലേക്ക് എത്തി. ഈ പ്രൊമോഷനെക്കാട്ടിലുപരി സന്തോഷ് എന്ന ഗായകനെ ആൾക്കാർ അറിഞ്ഞു, സന്തോഷ് എന്ന ഗായകനെ ആൾക്കാർക്ക് കാണാൻ പറ്റി. അതുകൂടാതെ ഏറ്റവും ആദ്യമായിട്ട് ഒരാൾ സിനിമയിൽ പാടുന്ന ഒരു അവസരം എന്നിലൂടെ കൂടെ ഉണ്ടായി. ഞാനും കൂടെ അതിൻ്റെ ഭാഗമായി മാറാനുള്ളൊരു അവസരം കിട്ടി. അപ്പോൾ അതൊക്കെ ഒരു വലിയൊരു കാര്യമായിട്ട് നമ്മളപ്പോഴേ പ്രകാശം പുത്തൂരിൻ്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ രണ്ടാമത്തെ വരി കഴിയുമ്പോഴാണ് അതിന് കുറച്ചുകൂടെ ഒരു ഭയങ്കര ഒരു ജീവൻ വരുന്നത്. കാർമേഘം മൂടുന്നു കണ്ണീരാ പെയ്യുന്നു ഇടറി വീഴുമീ കിനാവു കൂട്ടില ഇഴമുറിഞ്ഞു നീ ഇരുതേങ്ങൽ ബാക്കിയ ഒരു കാറ്റിനാൽ തിരിയൂതവേ മെഴുകോർമകൾ ഇരുളാകവേ പറയാതെ പോയി നീ.
അത് നല്ല രസമുള്ള പാട്ടാണ് കേട്ടോ. ഇങ്ങനത്തെ കുറേ സാധനങ്ങൾ ചെയ്തിട്ടുണ്ട്, വേറെയൊക്കെ ചെയ്തിട്ടുണ്ട്, വേറെ ജോണേഴ്സ് ഒക്കെ പിടിക്കുന്നുണ്ട്. പക്ഷേ ഈ ജോണറിനാണ് എന്റെ ഓഡിയൻസ്. ഞാനത് പറയാറുണ്ട്. രഞ്ജിനാൽ കുടുങ്ങി കിടക്കുവാണ് സത്യം പറഞ്ഞു. എളുപ്പം രക്ഷപ്പെട്ടു കേട്ടോ. പക്ഷെ രക്ഷപ്പെട്ടാലും ഞങ്ങൾക്ക് പാട്ട് തന്നോണ്ടിരിക്കുന്നത്. അതെ, ഇടയ്ക്ക് എന്തായാലും മെലഡി എനിക്കും അത് ചെയ്യുമ്പോഴേ സാറ്റിസ്ഫാക്ഷൻ ഉള്ളൂ. ഡെഫിനറ്റ്ലി. അല്ല, അതിന്റെ ഉള്ളിൽ പോകുന്നുണ്ട് നമ്മൾ. ഇപ്പൊ രഞ്ജിൻ പാടുമ്പോൾ ഇത് യഥാർത്ഥ ഗായകർ പാടിയത് തന്നെയാണ് നമ്മൾ മനസ്സിനകത്ത് കരുതുന്നതും രഞ്ജിൻ അങ്ങനെ തന്നെയാണ് കാണുന്നത്. നമുക്ക് സെയിം ഫീലാണ് ഓരോ പാട്ടും. എൻ്റെ എല്ലാ ഗായകരും എനിക്ക് തോന്നുന്നു ഇതുവരെ ചെയ്ത എല്ലാ പടത്തിലെ ഗായകരും ഞാൻ കമ്പോസ് ചെയ്ത ഫീൽ മാക്സിമം ഡെലിവറി ചെയ്ത് തന്നിട്ടുണ്ട്. അതിൽ ഞാൻ ഭാഗ്യവാനാണ്. ഇടയ്ക്ക് ആ സനം മൊയ്തൂട്ടി എന്ന് പറയുന്ന സിംഗറെ കൊണ്ടുവന്ന് ഞാനും നീയും അതിന് വേറൊരു ഫീലാണ് കേട്ടോ. ഈരാവും പ്രേമം പ്രണയം അനുരാഗം ഹൃദ്യം മധുരം എന്നെന്നും എനിക്കു മാത്രം അവിടൊരു മറയും പാടില്ല. ശരിക്കും ഇൻസ്റ്റാ സോങ് ആണ്. ഞങ്ങൾ ചിലതൊക്കെ ഇങ്ങനെ കാറ്റഗറൈസ് ചെയ്യും, ഇത് ഇൻസ്റ്റയിൽ ഹിറ്റ് ആവുമായിരിക്കും അല്ലേ എന്ന് വിചാരിക്കും. ശരിക്കും ചിലപ്പോഴൊക്കെ ഉണ്ടല്ലോ ചില പാട്ടുകളൊക്കെ ഇൻസ്റ്റയിൽ ഭയങ്കരമായിട്ട് ഹിറ്റ് ആവും കേട്ടോ. പേസ് മഴ അങ്ങനെയാണ് കയറിപ്പോയത്. അധികം ആൾക്കാർ കേട്ട് ഇരിക്കാത്ത സമയത്താണ് ഇൻസ്റ്റയിൽ കൂടെ ട്രെൻഡിങ്ങിലേക്ക് പോയി കുറേ നാളുകൾ അത് സസ്റ്റെയിൻ ചെയ്തു. അങ്ങനെയാണ് പരിപാടിയല്ലേ ഇൻസ്റ്റ നമ്മളെ സഹായിക്കും. പക്ഷെ നമ്മളത് ട്രസ്റ്റ് ചെയ്യാനോ അത് ഡിപ്പെൻഡ് ചെയ്യാനോ പോവാറില്ല കേട്ടോ. ഞാൻ പോയിട്ടില്ല. ഇൻസ്റ്റയിൽ അത് ഹിറ്റ് അടിക്കുന്നൊന്നും അങ്ങനെ ചിന്തിക്കുന്നത് ഹിറ്റ് ആവില്ല. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഈ സാറിനടുത്ത് സംസാരിക്കുന്ന അഴലിന്റെ ആഴങ്ങളിലൊക്കെ വേറൊരു തരത്തിൽ ആഘോഷിക്കപ്പെടുകയാണ് ഇൻസ്റ്റയില്. ഇതെങ്ങനെയാണ് ഇൻസ്റ്റ പാട്ടായതെന്നുള്ളത് അതിന്റെ സൈക്കോളജി എനിക്കറിയില്ല. രഞ്ജിനൊക്കെ ചിന്തിക്കില്ല. റീലൊക്കെ എടുക്കുന്ന സമയത്ത് അവർക്ക് ആ റീലിന്റെ വിഷ്വലായിട്ട് കണക്ട് ചെയ്യുന്ന ഒരു ഇമോഷൻ ഏതെങ്കിലും ഒരു പാട്ടിൽ ഹുക്ക് ചെയ്യും. അപ്പൊ അത് പിന്നെ ഒരാൾ കാണുമ്പോൾ അത് പല ആൾക്കാരിലേക്ക് എത്തും മാത്രമേ ഉള്ളൂ. ഈ ഹരിശങ്കറിന്റെ വോയിസ് ഒക്കെ അതിന് സഹായിക്കുന്ന ഒരു ഇതാണ്. ശബ്ദം എന്നല്ല, എനിക്ക് അതിന്റെ അടിസ്ഥാനപരമായിട്ടുള്ള കാര്യം എന്താണെന്ന് നമുക്ക് കണ്ടുപിടിക്കപ്പെട്ടിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നു. നമ്മൾ ഓരോ കാലഘട്ടത്തിൽ ഓരോ ടൈപ്പ് പാട്ടുകൾ ഇങ്ങനെ ഭയങ്കരമായിട്ട് ആഘോഷിക്കുമല്ലോ. അപ്പൊ ഇപ്പൊ കാലഘട്ടത്തിൽ ഇതേപോലുള്ള പാട്ടുകൾ ഭയങ്കരമായിട്ട് ആഘോഷിക്കുന്നുണ്ട്. ഇതൊക്കെ പോട്ടെ, ഞാൻ വീണ്ടും എൻ്റെ ഇഷ്ടങ്ങൾ പറയുന്നത് അങ്ങനെ ഗൈഡ് ചെയ്യുന്നതല്ല. രഞ്ജിന് ഇഷ്ടമുള്ള ഇപ്പോൾ ബാബുക്കയുടെ പാട്ടോ ഇല്ലെങ്കിൽ ദക്ഷിണാമൂർത്തി സാറിൻ്റെ പാട്ടോ അങ്ങനെ ഏതെങ്കിലും ഒരു പാട്ട്, ഒരു പഴയ പാട്ട് രഞ്ജിൻ ആസ്വദിച്ച് പാടുന്ന കേൾക്കാൻ എനിക്ക് താല്പര്യമുണ്ട്. ഒരു മുറി മാത്രം തുറക്കാതെ വെക്കാം ഞാൻ അതിഗൂഢമെന്നൂടെ ആരാമത്തിൽ. ഒരു മുറി മാത്രം തുറക്കാതെ വെക്കാം ഞാൻ അതിഗൂഢമെന്നൂടെ ആരാമത്തിൽ. ഈ സ്വപ്നങ്ങൾ തെറ്റുകൾ ക്ഷമിക്കുക, കുഴപ്പമില്ല. പക്ഷെ ഈ പാട്ട് ആവർത്തിച്ച് കേൾക്കുക, ഇത് നിങ്ങളെ വായിക്കാത്തൊന്ന് കേൾക്കണം എന്നുള്ള എൻ്റെ ആഗ്രഹമായിരുന്നു. പ്രത്യേകിച്ച് ആ സ്വപ്നങ്ങൾ കണ്ടുവരുമ്പോഴേ ഇതെങ്ങനെയാണ് രഞ്ജിൻ പാടുന്നത് ഓക്കെയാണ്, എനിക്കിഷ്ടമാണ്. കാരണം ഇതെങ്ങനെ കേട്ടാലും നമ്മുടെ ഉള്ളിലേക്ക് പോകുന്ന ഒരു പാട്ടാണ് ഇത്. ഞാൻ ഗാനമേളകൾ പാടുന്ന സമയത്ത് എനിക്ക് തോന്നുന്നു ആദ്യം കുറച്ച് മെലഡീസ് പാടും, ചില സെമി ക്ലാസിക്കൽ പാടും, പിന്നെ ഫാസ്റ്റ് നമ്പറിലേക്ക് എടുക്കും. എന്നിട്ട് വീണ്ടും ഇല്ല ഞാൻ നല്ലൊരു ഗായകൻ തന്നെയാണെന്ന് കാണിക്കാൻ വേണ്ടി വീണ്ടും ഒരു പുഷ്പം പാടിയിട്ട് വീണ്ടും ബാക്ക് ടു അങ്ങനെയൊക്കെയുള്ളൊരു കഴിവ് ഡൈനാമിക്സ് ആണ് ഗാനമേള പാടുന്ന സമയത്ത്. ഈ ജോലി ഭയങ്കരമായിട്ട് ആസ്വദിക്കുന്നുണ്ടല്ലോ, അതിനോടൊപ്പം ചോദിക്കേണ്ട സ്ട്രെസ് മാനേജ്മെന്റ് ഭയങ്കര ബുദ്ധിമുട്ടുള്ള പരിപാടിയാണ്. തീർച്ചയായിട്ടും അതെങ്ങനെ മാനേജ് ചെയ്യാന്നുള്ളതാണ്. പിന്നെ അതാ പറഞ്ഞു ചേട്ടനും എന്നെ കൊണ്ട് ബാബുക്കയുടെ പാട്ട് പാടൂ എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ഞാൻ വളരെ ഫേമസ് ആയിട്ടുള്ള ബാബുക്കയുടെ എല്ലാവർക്കും അറിയുന്ന പാട്ടിനെക്കാട്ടിലും വളരെ റെയർ ആയിട്ടുള്ള പാട്ടുകൾ പെട്ടെന്ന് ഞാൻ പാടാറുണ്ട് നോർമലി. പക്ഷെ ഇപ്പൊ എനിക്ക് ഫുൾ ടൈം നമ്മൾ ചെയ്യുന്ന സിനിമകളിൽ ചിന്തയും ഒക്കെ അർപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ പലപ്പോഴും മിസ് ചെയ്യുന്ന കാര്യമാണ്. ഞാൻ പറയില്ല, പണ്ട് ക്ലാസിക്സ് എന്ന് പറഞ്ഞ പ്രോഗ്രാം ഒക്കെ ചെയ്യുന്ന സമയത്ത് ഒരു പാട്ട് അവിടെ പ്ലേ ചെയ്യുമ്പോൾ അത് 1972 കാത്തിരുന്ന നിമിഷം, ശ്രീകുമാരൻ നമ്പി, MK അർജുനൻ, വിധുബാല, കമൽഹാസൻ എന്നൊക്കെ ടകടകടകടക്കുന്ന ഇതുപോലത്തെ ആയിരക്കണക്കിന് അല്ലെങ്കിൽ നൂറുകണക്കിന് പാട്ടുകൾ എനിക്ക് വളരെ വ്യക്തമായിട്ട് അറിയുമായിരുന്നു. പക്ഷെ ഇപ്പം എനിക്കത് ഓർക്കാൻ പറ്റുന്നില്ല. ആക്ച്വലി ഞാൻ എനിക്ക് ആ ജോണർ അല്ലെങ്കിൽ അന്ന് ഞാൻ പഠിച്ച കാര്യങ്ങളൊക്കെ ഒന്നും കൂടെ ഒന്ന് പൊടി തട്ടി എടുക്കണം എന്ന് ആഗ്രഹമുണ്ട് ഇപ്പോൾ സത്യം പറഞ്ഞാൽ. അതിൻ്റെ കാരണം നമ്മൾ ഈ പറഞ്ഞ സ്ട്രെസ്ഫുൾ ആയിട്ടൊന്നല്ല, നമ്മൾ ഫുള്ളി നമ്മൾ കൺസ്യൂം ചെയ്യുന്നത്
ഇപ്പോൾ നമ്മൾ കമ്മിറ്റ് ചെയ്തിട്ടുള്ള സിനിമകൾക്കും ആ സിനിമയുടെ ഈ പറഞ്ഞ BGM-നും പാട്ടുകൾക്കും വേണ്ടിയിട്ടാണ് ഫുള്ളി കൺസ്യൂം ചെയ്യുന്നത് നമ്മുടെ മോസ്റ്റ് ഓഫ് ദി എനർജി ആൻഡ് ടൈം. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിലാണ് ഇരിക്കുന്നത്. ഇപ്പോഴും എന്നോട് സംസാരിക്കുമ്പോൾ എന്തായാലും അവിടെ വർക്ക് ഉണ്ട്, ബാക്കിയാണ് ചിന്തിക്കുന്നത്. ഉണ്ട് അതുണ്ട്. അത് ഞങ്ങൾക്ക് നേട്ടമാണ് കേട്ടോ, അങ്ങനെ തന്നെ വേണം. കാരണം ഞങ്ങൾക്കെങ്കിലും നല്ല വർക്ക് കിട്ടുള്ളൂ. കിട്ടും, അതെന്തായാലും കിട്ടും. അപ്പോൾ പുതിയ പുതിയ നല്ല നല്ല വർക്കുകൾ വരട്ടെ. അപ്പോൾ വേറെ ജോണേഴ്സൊക്കെ പരീക്ഷിക്കുമ്പോഴും ഞങ്ങളെ മെലഡി ഒരിക്കലും കൈവിട്ട് കളയരുത്. കാരണം എന്നിലുള്ളത് നിങ്ങൾക്ക് ഈസിലി തരാൻ പറ്റുന്ന മെലഡികളാണ്. എനിക്ക് അധികം എഫേർട്ട് ഞാൻ എൻ്റെ ഒരു മെലഡിക്കും വേണ്ടി ഞാൻ ഇട്ടിട്ടില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം ചെറുപ്പം തൊട്ട് മെലഡിയാണ് ഞാൻ കേട്ട് വളർന്നിട്ടുള്ളത്. അപ്പോൾ ഞാൻ രാവിലെ എണീക്കുമ്പോൾ അച്ഛൻ ടേപ്പ് റെക്കോർഡിൽ വെക്കുന്ന പാട്ടുകളും, അല്ലെങ്കിൽ രാത്രി ഉറങ്ങുമ്പോൾ അച്ഛൻ വെക്കുന്ന ദാസേട്ടൻ്റെ പഴയ പാട്ടുകളും, അല്ലെങ്കിൽ ST ബർമൻ, RD ബർമൻ, അല്ലെങ്കിൽ ഇളയരാജ, MSV, ഇത് കേട്ട് ശങ്കർ ഗണേഷ്, MBS, ഇത് കേട്ടിട്ടാണ് എൻ്റെ ചൈൽഡ്ഹുഡ്, അല്ലെങ്കിൽ സലിത. അപ്പോൾ അതുകൊണ്ട് തന്നെ അതെൻ്റെ രക്തത്തിലും ഹൃദയത്തിലും ഉണ്ട്, തലച്ചോറിലുമുണ്ട്. അതെന്തായാലും എന്നെ വിട്ടു പോകില്ല. അതിനുള്ള സ്നേഹം. അപ്പോൾ അതുകൊണ്ട് തന്നെ മെലഡി ചെയ്യാനൊരു അവസരം കിട്ടുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി അധികം ഒന്നും ചിന്തിക്കാതെ തന്നെ വന്ന് സംഭവിച്ചിട്ടുണ്ട് ഇത്രയും നാൾ. അപ്പോൾ ഇനിയും അത് സംഭവിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അതെന്തായാലും ഉണ്ടാവും. പിന്നെ ഞങ്ങൾക്ക് തിയേറ്ററിനെ ഇടിച്ചു മറിക്കുന്ന BGM തരണം. അത് തരും. സിനിമ എന്താണോ ഡിമാൻഡ് ചെയ്യുന്നത് അത് എന്തായാലും ഉണ്ടാവും. അപ്പോൾ അങ്ങനെ തുടരുക. രഞ്ജിനെ കാണാൻ കഴിഞ്ഞാൽ ഭയങ്കര സന്തോഷമുണ്ട്. ഇത് വെറും പറച്ചിലല്ല, ഒരു സന്തോഷം. എനിക്കും വളരെ സന്തോഷം. ഞാൻ കുറെ ആഗ്രഹിച്ചിട്ടുണ്ട്. ഞാൻ ആക്ച്വലി അതാ പറയുന്നത്, ഇന്നലെ ചേട്ടൻ എന്നെ വിളിച്ച് നമുക്ക് ഇരിക്കാമോ എന്ന് ചോദിക്കുന്നത്. ആക്ച്വലി എനിക്ക് നല്ല ടെൻഷൻ പിടിച്ചൊരു വർക്കിന്റെ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. പക്ഷെ എനിക്ക് പെട്ടെന്ന് ഇരിക്കണമെന്നുണ്ടായിരുന്നു. ചേട്ടൻ്റെ കൂടെ ഇങ്ങനൊരു അവസരം നമുക്ക് ഉണ്ടാവണം ഞാനും ആഗ്രഹിച്ചിട്ടുണ്ട്. കാരണം എനിക്ക് മ്യൂസിക്കിനെ പറ്റി ഇത്രയും ശ്രദ്ധയോടെ പറയുന്ന ആൾക്കാരെ ഞാൻ വളരെ കുറച്ചേ കണ്ടിട്ടുള്ളൂ. അവരെയൊക്കെ ഞാൻ ഫോളോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ വിരലെണ്ണാവുന്ന ആൾക്കാരിൽ വരുന്ന ഒരാൾ ചേട്ടനാണ്. So I feel so blessed to be here. Thank you so much for inviting. Thank you.